വെളിപ്പാട് നോക്കി എല്ലാം പൂർത്തിയായി, ദൈവരാജ്യം സംസാരിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വം പൂർത്തിയായി അങ്ങനെ. പക്ഷെ അതിന് പൂർണ്ണമാകാനേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തേരെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്നെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ദൈവം സഭയെ ചുക്കും ചുളിവും കളഞ്ഞ് സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനനുസരിച്ച്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റിയിരുന്ന പറയും. കാറ്റീസം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ പിശാചിന്റെ ശക്തിയും. അത് എന്നെ അതിന്റെ ഏത് കോണ്ടസ്റ്റിലാ, അല്ല ഞാൻ എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് ചോദിക്കുന്നതാണ്. ഏത് കോണ്ടസ്റ്റിലാ ബ്രദറെ ഇത് പറയുന്നത്? ഇത് ഈ ചുക്കും ചുളിവില്ലാതെ ഇപ്പൊ സുന്ദരിയാക്കാനായിട്ടുള്ള സഭയെ ഏറ്റവും ലേഖനത്തിലുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ടത്. അന്നേരപ്പം തൊട്ട് ഇപ്പൊ വരെ എപ്പോഴും അത് വേണമല്ലോ. ഇപ്പൊ ഈ സഭ നമ്മളല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ടൈമിലും സ്പേസിലും ഇരുന്നല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്നേരം ഇന്നേരം എന്നൊക്കെ നമുക്കാണ് പറയുന്നത്. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയല്ലേ. അപ്പൊ അത് ഈശോയിലുള്ള ആ പ്രക്രിയ അത് അന്ന് തന്നെ നടന്നിട്ടുണ്ട് കുറേ. അതിന്റെ നമുക്ക് സമയത്തില് അത് നടന്നു വരുന്നതാണേ നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരു ഇത് ശരിക്കും ഒരു അവസാന കാലഘട്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? വേറെ എന്തിലേക്കൊന്നും കടക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈശോ കൊണ്ടുവന്ന സുവിശേഷത്തിന്റെ പൂർണ്ണത എല്ലാം ഉണ്ടാകണ്ടേ അവസാനമാകണമെങ്കിൽ. അപ്പൊ അങ്ങനെ അവസാന കാലഘട്ടമൊന്നും അല്ല. അവസാനം അത് ദൈവമക്കളൊക്കെ ഉണ്ടാകണ്ടേ. യെശയ്യാ പ്രവാചകനി പറയുന്നതേ, മുകളിൽ നിന്ന് വരുന്ന മഞ്ഞും മഴയുവേ അതിന്റെ നിയോഗം പൂർത്തിയാക്കാതെ തിരിച്ചു വരുന്നില്ലല്ലോ എന്ന്. അങ്ങ് അതുപോലെ തന്നെയാണ് എൻ്റെ വചനം അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ തിരിച്ചു വരികയല്ലെന്നേ. എന്നിട്ട് പിന്നെ ജെറമിയ പറയുന്നുണ്ട്, ദൈവം ജാഗരൂകതയോടെ ദൈവത്തിന്റെ വചനം പൂർത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ വചനം കൃത്യമുണ്ട്, ഇതിനേക്കാളും നല്ല ഭാഷയിലുണ്ട്. അപ്പം ദൈവം ജാഗരൂകതയോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം നിറവേറ്റാനേ. അപ്പൊ അന്നേരം അത് വചനമാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെയാണെങ്കിൽ ദൈവം വചനം തന്നെ മാംസമായതാണല്ലോ ഈശോ. ഈശോ ഒരുക്കിയ രക്ഷ എന്ന് പറഞ്ഞ് എബ്രായ ലേഖനം പറയുന്നത് ഇത്ര വലിയൊരു രക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനമേ. ആ രക്ഷ ഇപ്പം അതിനകത്ത് നമ്മളെ പിതാവിന്റെ പരിപൂർണതയിലേക്കും പിതാവിന്റെ പരിശുദ്ധിയിലേക്കും ദൈവത്തിന്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കാനും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ബാക്കി ഒത്തിരി മനുഷ്യന്റെ ഇങ്ങനെ എൻഡുകളെ എന്തെന്ന് പറഞ്ഞാൽ അവസാനമല്ല, മനുഷ്യന്റെ അതിനെന്നാ പറയുന്ന നല്ല വാക്ക്, മനുഷ്യന്റെ സാധ്യതകള് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടെ നല്ല വാക്കുണ്ട്. അത് ഭയങ്കരമാണേ. അപ്പൊ അതെല്ലാം പൂർത്തിയാകാതെ ഇങ്ങനെ ചുമ്മാ ഈശോ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് കാര്യമില്ലല്ലോ. അത് പൂർത്തിയാകണ്ടേ. അതാ ദൈവത്തിന്റെ ലക്ഷ്യം. അല്ല ഈശോ പോയി കുറച്ചുനാൾ കഴിഞ്ഞ് വരിക എന്നുള്ള ഒരു വെറുതെ ഒരു പ്രോഗ്രാം അല്ല. അത് സമയത്ത് വരണ്ടേ. അല്ല അസ്ഥാനത്തൊരു നാടകത്തിലൊക്കെ ഇടയ്ക്ക് ഒരാൾ കയറി വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അതിന്റെ എല്ലാം പൂർത്തിയാകുന്നതിന്റെ ഒരു ബോധമില്ലാതായപ്പോ എല്ലാം പോവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് അതെല്ലാം പൂർത്തിയാകണം. ദൈവത്തിൽ നിന്നുള്ള സത്തയിൽ നിന്നുള്ള സത്തയായ മക്കൾ ഉണ്ടാകണമേ. ദൈവമക്കൾ ഉണ്ടാകും ഭൂമിയിൽ. അതുണ്ടാകാതെ എങ്ങോട്ടാ പോകും? എല്ലാ പൂർണ്ണതയിൽ ഉണ്ടാകണ്ടേ. എല്ലാ കാലഘട്ടത്തിലും പറ്റത്തില്ല. കാരണം കാറ്റീസൊക്കെ പഠിപ്പിക്കുന്നതേ ഈ വചനത്തിന്റെ വെളിപാട് അതിന്റെ പൂർണ്ണതയില് ഈ 73 ബൈബിളിലെ പുസ്തകങ്ങളിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വെളിപാടിന്റെ വെളിച്ചം നമുക്ക് അതിന്റെ പൂർണ്ണതയെ കിട്ടിയിട്ടില്ല. അത് എന്തേറെ ശ്രമിച്ചാലും സെന്റ് അഗസ്റ്റിൻ 4-ാം നൂറ്റാണ്ടിലിരുന്ന് ശ്രമിച്ചാൽ അത്, അല്ലെ അന്നത്തെ മഹാവിശുദ്ധർ ശ്രമിച്ചാൽ അന്ന് കിട്ടത്തില്ലത്. അത് ഈ കാലത്തിന്റെ പുരോഗതിയില് പുതിയ സാഹചര്യങ്ങളില് പുതിയ സഹനങ്ങളിലൂടെ പുതിയ പ്രാർത്ഥനയിലൂടെ പുതിയ ജീവിതത്തിലൂടെ അത് ഇതെല്ലാം ഇരിക്കണമെന്നാണ് വെനിക്കുമാർ പാപ്പാൻ ഇച്ചിരി നല്ല ഭാഷയിലാണ് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കാണ് ഇപ്പൊ അതിന്റെ അവർക്കൊക്കെ ഉള്ളതിനേക്കാളും. അന്ന് ആദിമകാലത്ത് ഒരു ബൈബിള് പോലും ഇല്ലല്ലോ എല്ലാവർക്കും കൂടെ. എഴുതപ്പെട്ട ബൈബിളില്ല. ഇപ്പം അപ്പസ്തോലന്മാർക്ക് പോലും ഈ നമുക്കിപ്പോൾ ഉള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഇല്ല, അവർക്ക് അറിയത്തുമില്ല. ആദിമസഭയിലും ഈ നല്ലപോലെ ഇപ്പം ക്രമപ്പെട്ട പുതിയ നിയമം അല്ലെ കാനോനിക്കൽ ബുക്ക് അന്ന് നല്ലപോലെ ഇല്ല. അന്ന് സെന്റ് അഗസ്റ്റിനും ജെറോം പുണ്യാളനൊക്കെ കൂടിയാണ് അതൊരു 4-5 നൂറ്റാണ്ടുകളിൽ ഒന്ന് ക്രമപ്പെട്ട് വന്നതേ. അതിനുശേഷം പിന്നെ ഇപ്പം സെന്റ് ഫ്രാൻസിസും അല്ലെ പഴയ വിശുദ്ധരുടെ ഒക്കെ എടുത്ത് നോക്കിയാലേ അവരൊന്നും അധികം വചനത്തിൽ നിന്ന് അങ്ങോട്ടേ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ലേ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അന്നത്തെ ഒരു വചനം എന്ന് പറഞ്ഞാൽ തോലയിൽ എഴുതുന്നല്ലേ. ഇപ്പം പേപ്പറിൽ എഴുതിയാൽ തന്നെ ഇത്രയും കട്ടിയൊക്കെ വരും ഒരു ബൈബിള് മൊത്തം എഴുതുമ്പോൾ. ഇത് കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പുതിയ നിയമമൊക്കെ ഇത്രയും കട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് ഈ തോലയിൽ എഴുതി എത്രയും കട്ടി കാണും. ഇത്രയല്ലായിരിക്കും, ഇത്രയും കട്ടി കാണും ഈ ബൈബിളിൽ. അത് അന്ന് ചെയിനൊക്കെ ഇട്ടാ സൂക്ഷിച്ചുകൊണ്ടിരുന്നെന്നാ പറയുന്നത്, എടുത്തോണ്ട് പോകാതെ. അത്രയും എഴുതി ഇത്രയും പേജുകളൊന്നും എഴുതി നമ്മളൊന്ന് വായിച്ചു തീർന്നാൽ തന്നെ വലിയ സംഭവമല്ലേ. അപ്പൊ അത്രയും പേജ് കൈ കൊണ്ട് എഴുതി
തോലയിൽ എഴുതിയെടുക്കാന്ന് പറയുന്നത്. ഇന്നത്തെക്കാളും കോമൺ ആണ് ബൈബിൾ എഴുത്തല്ലേ. അന്ന് എല്ലാവരും സന്യാസികള് ഒരു ആശ്രമമൊക്കെ ഇല്ലേ, അന്ന് 1000 ഒക്കെ സന്യാസികളുണ്ട് നാട്ടില്. വലിയ ബെനഡിക്റ്റിൻ ആശ്രമത്തില് വലിയ 1000കണക്കിന് ഏക്കറും കാണും. അത്രയും സന്യാസികൾക്ക് ഇതുണ്ട്, 1000കണക്കിന്. അപ്പൊ അവരിരുന്ന് ഇങ്ങനെ വചനം എഴുതുകയോ, അങ്ങനെ ഡീപ്പായിട്ടുള്ള ജീവിതങ്ങളല്ലേ. അവർക്ക് 1-2 ബൈബിളേ കാണുള്ളായിരിക്കും ചിലപ്പോൾ. ഒരു ബൈബിൾ, ഏതാനും ബൈബിൾ നോക്കി ഇതെല്ലാം എഴുതിയെടുക്കണ്ടേ. എങ്ങനെ ഇതൊക്കെ കയറി വന്നത് നമ്മൾ ആലോചിക്കാൻ പറ്റില്ലേ. വലിയൊരു സമർപ്പണത്തിന്റെ ഇതായിട്ട് ഇത് ഇത്രയും വന്നതേ. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ എന്നാ ഭാഗ്യം എന്നറിയോ, നമുക്ക് ഇപ്പം കൊച്ചിയേസയുടെ ജീവിതം എടുത്താൽ പോലും കൊച്ചിയേസയെ പോലും വചനം അധികം കൂട്ട് ചെയ്യുന്നില്ല അങ്ങനെ അങ്ങോട്ടേ അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും വചനം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ളൂ. പക്ഷെ നമുക്കിപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം മൊബൈലിൽ വേണേൽ എടുക്കാം. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈബിള് പുസ്തകം കൊണ്ടുപോകാം, വീട്ടിലൊരെണ്ണം വെക്കാം. അതുപോലെ സാധ്യതയായില്ലേ. ഓരോ വീട്ടിലെ ഓരോരുത്തർക്കും ഓരോന്നാകാം. പക്ഷെ ഒരു 10-20 വർഷം മുമ്പ് പോലും നമുക്കിങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. ബൈബിളെ അച്ചടി വന്നത് തന്നെ 15-ാം നൂറ്റാണ്ടിലല്ലേ. അത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം എന്തേലും ആദ്യം അടിച്ചത് ബൈബിളാണല്ലോ, അച്ചടി മിഷനിൽ. ആദ്യം അടിച്ചത് ബൈബിളാണ്. അവര് അതിനുവേണ്ടിയാണ് ബൈബിൾ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് തന്നെ ആ പുള്ളി ഗുട്ടൻബർഗ്. പുള്ളി അതിനുവേണ്ടിയാണ് ബൈബിൾ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ അത് ദൈവത്തിന്റെ ഒരു വലിയ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമുക്ക് കാറ്റീസും ഉണ്ട്, ഇങ്ങനെ ബൈബിളും ഉണ്ട്. വത്തിക്കാൻ സെക്കൻഡൂടെ വേണേ എടുക്കുവാണ്. ഇനി അതെടുത്തില്ലേ പോലും കാറ്റീസം നമുക്കുള്ളിടത്തോളം കാലം ശരിക്കും നമുക്ക് മജ്ജയും മേധസ്സും കൊണ്ടുള്ള വിരുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത്രയും സമൃദ്ധിയില്ല. അപ്പം നമ്മൾ അന്നേരം ഇതിൻ്റെ മജ്ജ മേധസ്സും കഴിക്കാതെ അപ്പുറത്ത് എല്ല് കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുക. മജ്ജയ്ക്കകത്താണല്ലോ, അല്ല എല്ലിനകത്താണല്ലോ ഈ മജ്ജ വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് നട്ടെല്ലിനകത്ത്. ഈ മജ്ജയും മേധസ്സും മജ്ജയ്ക്കകത്ത് രക്തം ഉണ്ടാകുന്നേ. അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ. സങ്കീർത്തനത്തിൽ പറയുന്ന ഈ ദൈവം ഒരുക്കിയിരിക്കുന്ന വിരുന്ന് മജ്ജയും മേധസ്സും ഉണ്ടാകും നമുക്ക്. ആ വിരുന്ന് ശരിക്കും ഇപ്പോഴാണ് കാറ്റീസത്തിൻ്റെ ഒക്കെ ഒരു ഇതോടുകൂടി നോക്കുമ്പോൾ അതൊന്നും നല്ലപോലെ എടുത്ത് വായിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് അത്രയും വലിയൊരു വിരുന്നിലേക്കാകും. നമ്മുടെ ബുദ്ധിക്ക് അന്നേരം പ്രകാശം കിട്ടാൻ തുടങ്ങും. ഇപ്പോൾ ഉള്ള പോലെ അല്ലേ, നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആവശ്യമുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ കുറെ ചോദിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനുള്ള ഉത്തരവെല്ലാം നമുക്ക് അത്യാവശ്യം കിട്ടും. പിന്നെ ജീവിക്കുകയൊന്നും കൂടെ ചെയ്താൽ ദൈവ കുഞ്ഞുങ്ങൾ. അത് അത്രയും വിശ്വാസം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ എടുത്ത് ഏതിനൊക്കെ നമുക്ക് മടിയുണ്ടോ അതിന്റെ എല്ലാ അർത്ഥം ആരോ വിശുദ്ധരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതിനൊക്കെ ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് അത് ഏറ്റവും ആവശ്യമുള്ളതായിട്ടാണ് പറഞ്ഞത്. അതിനോട് മടി വരുന്നത്. ബൈബിളിനകത്ത് ഇന്റർപ്രിട്ടേഷൻ വേണേ നമ്മൾ മനസ്സിലാകാൻ. ഇത് കാറ്റീസം നല്ലപോലെ വെച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുണ്ട്. നേരെ വായിച്ച് ജീവിക്കാം നമുക്ക്. അത്രയും ധൈര്യപൂർവ്വം അത് സഭ വ്യക്തമാക്കി തന്നിരിക്കുന്ന. അപ്പം വചനം വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല, അത് സഭ ഇന്റർപ്രറ്റ് ചെയ്ത് തരണമല്ലോ. അപ്പം അതൊരു വർഷം കൊണ്ട് എടുത്തൊന്ന് പഠിക്കണേ, നല്ലതാണ് മാറ്റി. അതെടുത്ത് സീരിയസ് ആയിട്ട് പഠിക്കണേ. ഓരോന്നും വായിച്ച് ആദ്യം ഒന്ന് ചുമ്മാ ഒന്ന് വായിക്കണം. ചുമ്മാ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് വായിച്ച് ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് ഓരോ ആർട്ടിക്കിളും എടുത്ത് പഠിക്കുക. പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പുറത്ത് ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇന്നിടത്ത് അത് പിന്നെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ ആ കാര്യം പറയുന്നുണ്ടെന്ന് അതുകൂടെ വായിക്കണം. അന്നേരത്തേനും എല്ലായിടത്തുനിന്നും ഉള്ളത് നമുക്ക് കിട്ടും. അന്നേരം വേറൊരു കാറ്റീസ് നമുക്ക് എഴുതിയെടുക്കാം അങ്ങനെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു പ്രസംഗിക്കാനാണേലും ഒക്കെ ഇല്ലേ, ഇപ്പോൾ എന്നതാണ് പാവം, മാരകഭാവം എന്താണ്, വിനിൽ സിൻ എന്നാണ്, അതിനെക്കുറിച്ച് ഒരിടത്തല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും കൂടെ പറയുന്നുണ്ടേ. അപ്പോൾ അതങ്ങനെ വിശുദ്ധി, ഓരോ കാര്യങ്ങളെക്കുറിച്ചും, കൃപ, മരണം, ജീവിതം, എല്ലാത്തിനെക്കുറിച്ചും, റിസറക്ഷൻ, എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് പലയിടത്ത് പറയുന്നത് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ മാതാവിനെ കുറിച്ച് തന്നെ എടുത്താൽ എന്തേരമാണെന്നറിയോ. ഒരിടത്ത് കുറച്ചേ ഉള്ളൂ, പക്ഷെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇത് കിട്ടും. അതെല്ലായിടത്തുനിന്നും കൂടെ ചിലപ്പം ചിലയിടത്ത് വായിച്ചു വരുമ്പോഴായിരിക്കും മാതാവിനെ കുറിച്ച്. ഇപ്പം നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പറയാമല്ലോ, ഈ പിയാ മാതാവ് ആമേൻ പറഞ്ഞപ്പോഴേ, പിയാത്ത് പറഞ്ഞപ്പം നമുക്ക് മനുഷ്യവർഗത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് മാതാവ് ആമേൻ പറഞ്ഞെന്നേ. അത് ആ മാതാവിൻ്റെ ആ ഗണത്തിലല്ല അത് കിടക്കുന്നത്. അത് വേറെ ഒരിടത്ത് വേറെ ഹെഡ് ഇങ്ങനെ വേറെ കാര്യങ്ങളുടെ അടിയിലാണ് കിടക്കുന്നത്. പക്ഷെ അതൊക്കെ മാതാവിനെ നമ്മൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് കണ്ടെത്തി ഒരുമിപ്പിച്ചാക്കണം മാതാവിനെ കുറിച്ച്. അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും തന്നെ ഒരു 19 പേജ് നല്ലപോലെ മാതാവിനെ കുറിച്ചുള്ള 50 ഇല്ലേലും
നല്ലത് കാണും. അങ്ങനത്തെ അത് കാറ്റഗസിലെ കാച്ചിക്കുരുക്കി കാര്യങ്ങളല്ലേ. അയ്യോ. അങ്ങനെ ഒരു വർഷമൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഇപ്പൊ മറ്റേ ബ്രദർ പറഞ്ഞ ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കുവാണെങ്കിൽ 3.5 വർഷം കൊണ്ട് വായിക്കാന്ന് ഇങ്ങനെ പറഞ്ഞു. 1337 ദിവസം അല്ലേ, 5 ദിവസം, അത്രയും ദിവസം. അങ്ങനെ അതുപോലെ ഈ കാറ്റഗിസം സഹായം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തീർക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ എടുത്ത് മാറ്റൊന്നാക്കി എടുത്താൽ മതി. അത് അതെ അതെ. പിന്നെ സ്വയം എടുക്കണം. ഒരുമിച്ച് ചെയ്യുന്നതാണോ വളരെ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞാൽ? ഇതിന് ഇപ്പം ബൈബിൾ അങ്ങനെ വേറെ വായന ഇല്ലാത്തതിന്റെ കൂടെ ചേർക്കാനാ. അതെ, വേറെ ഈ അതേ മാത്രം നിർത്തരുത്. ബാക്കി 1/2 മണിക്കൂർ, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വായിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാ. എടുത്തോ. ഞാൻ ഒരു 3-4 വർഷം കൂടി വായിച്ചു തീർത്ത ബൈബിൾ ഇന്നലെയാ വായിച്ചു തീർത്തത്. അത് പലപ്പോഴായിട്ട് ബ്രേക്ക് ആയത്. പക്ഷെ എനിക്ക് രണ്ട് രീതിയില്ല. നാഗരേശന്റെ ഒരു 100 ദിവസം കൊണ്ട് വായിച്ചിരുന്ന ഒരു പേപ്പർ കിട്ടിയായിരുന്നു. അത് കുറെ നാൾ മുമ്പ് എന്റെ കുറച്ചായിട്ട് എനിക്ക് കോവിഡിന്റെ സമയത്ത് അത് 100 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയായിരുന്നു. അത് വായിച്ചു തീർക്കാൻ പറ്റിയ ചെറിയൊരു സാധനമൊക്കെ എടുത്തപ്പോൾ തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. അത് പക്ഷെ മറ്റേത് എനിക്ക് ഇതിങ്ങനെ ഒരു ഞാൻ പ്രത്യേക ഒരു ഇതൊന്നും എടുക്കാഞ്ഞുകൊണ്ട് 4 വർഷം കൂടി ഇന്നലെ വായിച്ചു തീർത്തത്. ഞാൻ പറഞ്ഞ നേരത്തെ ആദ്യം കണ്ട് ഇവിടെ വന്നപ്പം ബ്രദർ ചുമ്മാ വായിച്ചു തുടങ്ങാനൊക്കെ ഞാൻ വായിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ബ്രദർ ചുമ്മാ വായിച്ചു തുടങ്ങാൻ ബൈബിള് വായിച്ചു തീർന്നു. ഇന്നലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വായിച്ചത് തീർന്നു. അതല്ല ബ്രദറെ, ഞാൻ അത് ബ്രദർ അന്നങ്ങാണ്ട് പറഞ്ഞ് അത് തുടങ്ങി. പക്ഷെ അത് എപ്പോഴൊക്കെ ആയിട്ട് വായിച്ചു. പക്ഷെ മറ്റേത് 100 ദിവസം കൊണ്ടും അത് അങ്ങനെ 2 പ്രാവശ്യം ബൈബിൾ തീർത്തു. അങ്ങനെ 2 പ്രാവശ്യം വായിക്കാൻ പറ്റി. 3 പ്രാവശ്യം ബ്രദർ പറഞ്ഞിട്ടൊന്ന് വായിക്കണമെന്നല്ലേ ബ്രദർ പറയുന്നത്. മൂന്നാമത്തെ ഡയറക്റ്റ് വായന ഇപ്പം ജോണി ബ്രദർ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു അധ്യായം വെച്ച് അങ്ങനെ ബ്രദർ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇന്റൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഓരോ പോർഷൻ വായിച്ചു പോവാതെ അല്ലേ, അങ്ങനെയാണോ പഠിക്കാൻ വേണ്ടിട്ട് നോക്കും? അല്ല, അങ്ങനെ കാര്യമായിട്ട് വായിക്കുമ്പോ ഇപ്പം ബൈബിള് നമ്മൾ ഓരോ അധ്യായം വായിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെയാണോ, അതോ കുറച്ചും കൂടെ ആദ്യം നല്ലപോലെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതാണ് ആദ്യം. അല്ല, ഒരു വായന അവസാനം വരെ ഒന്ന് പക്ഷെ അതിന്റെ എനിക്ക് ഏറ്റവും കുറഞ്ഞ 1 വർഷം എടുക്കും. ജോർജ് കുട്ടി, ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കും കേട്ടോ. 4 ദിവസം കൊണ്ട് വേണേൽ വായിച്ചു തീർക്കാം. ആണോ ബ്രദറെ? 200 പേജ് വെച്ച് ഒരു ദിവസം വായിക്കാം. ഒരു സ്വപ്നം കേൾക്കുന്ന പോലെ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു കൊച്ചി 200 പേജ് വായിച്ചല്ലോ ഒരു ദിവസം, അല്ലേ? അതെ, അതുപോലെ ഐക്യു ഒക്കെ ലെവലൊക്കെ ഉള്ളവർക്ക് പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. മാർട്ടിനൊക്കെ അതിനും അത്രയും പോലും വേണ്ടി വരികയല്ല. ബ്രദർ, എനിക്ക് ഒട്ടും റീഡിംഗ് ഹാബിറ്റ് ഇല്ല. ഞാൻ ഈ ബൈബിള് ഞാൻ ചില അത്ഭുതപ്പെട്ട് പോയി. ഞാനത് കഴിഞ്ഞ് ഞാൻ മാർട്ടിനെ വായിച്ചുണ്ടാവുന്നേ. അതെ അതെ, അങ്ങനെ ഉണ്ടാവും. എന്തോ ഇംഗ്ലീഷ് ആയിരിക്കും നല്ല. മലയാളം അത്ര മനസ്സിലാവും നമുക്ക്. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ. പക്ഷെ നമ്മൾ ഇത് ആത്മാവിൽ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവായിട്ട് ഇതെല്ലാം കിട്ടാൻ തുടങ്ങുമേ. ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല വായിക്കുവാണേ, അത് കിട്ടും. നല്ല ഇംഗ്ലീഷ് ബൈബിളും ഇംഗ്ലീഷ് വായിക്കാൻ നല്ലേ. ബൈബിള് മലയാളത്തിൽ വായിക്കുന്നതിനേക്കാളും ഇരട്ടി ബ്രേക്കിങ്ങിൽ ഇതിന്റെ അർത്ഥം കിട്ടാൻ തുടങ്ങും നമുക്ക്. മലയാളത്തിലേ ഒന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്കിത് അറിയാം, അങ്ങനെ വായിച്ചു പോകും. അന്ന് പറഞ്ഞ സംഭവം അതിനോട് കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നുന്നു. ബ്രദർ പറഞ്ഞു, നമ്മൾ ഒത്തിരി നമ്മുടെ മൈൻഡ് കണ്ടീഷൻ ആയിരിക്കുന്നേ, നമ്മൾ ഈ വേറെ ലാംഗ്വേജ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും പല സ്ഥലത്തും. അത് തന്നെ, അത് ശരിയാ. അതെനിക്ക് വേറെ എന്തൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. മറ്റേ കിൻഡിലല്ലേ, എല്ലാ സാധനവും ഉണ്ട്. സൂപ്പർ സാധനം. ഇതൊരു പുതിയ ബുക്ക് റീഡർ എന്ന് പറയും. ബുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് എല്ലാ സാധനം 1000 ബുക്ക് നമുക്ക് ആണോ? ഞാൻ കേട്ടായിരുന്നു. ബൈബിളൊക്കെ ബുക്ക് പോലെ തന്നെ വായിക്കാം. നമ്മള് ബുക്ക് എടുത്ത് കൈ വായിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ശരിക്കും അഡ്ജസ്റ്റ് ആയി വരണം ഇതുമായിട്ട്. നമ്മൾ ഇതൊരു നല്ല വലിയ അക്ഷരം ഉണ്ടല്ലേ. നമുക്ക് എന്തായാലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇതുണ്ടോ, അങ്ങനെ മീനിങ് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് ഡിക്ഷണറിയിൽ അതിന്റെ മീനിങ് കിട്ടും. ഏത് ഡിക്ഷണറി വേണം കിട്ടും. അങ്ങനെ കുറെ ഉപകാരമുണ്ട്. വായിക്കുന്നുണ്ട് ഇത്. ഞാൻ
ഞാനിത് വായിച്ചിട്ട് ഭയങ്കര പാടാണേ. ഭയങ്കര പാടെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ശീലിച്ചിട്ടില്ല. ബുക്ക് വായിക്കുന്ന പോലെ അത്ര ഇതല്ല. ഞാൻ ഇന്നലെ ഒരു ബുക്ക് ഒരാഴ്ച കൊണ്ട് ഒരു ബുക്ക് വായിച്ചു. പക്ഷെ ബുക്ക് വായിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഇത് ബുക്ക് വായിക്കുന്ന വെച്ചിട്ട് നല്ലത് മനസ്സിനും കണ്ണിനും ഒക്കെ. ബുക്കിൽ എന്ത് വായിക്കുമ്പോ ബുക്ക് കയ്യിലെടുത്ത് വായിക്കുമ്പോൾ അതിന്റെ എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്ത് വ്യത്യാസം അതിന്റെ ടോട്ടാലിറ്റിയിലൊക്കെ വരുമ്പോഴത്തേനും എന്തൊക്കെ കാണും ഇത് വചനമൊക്കെ. വർക്ക് ചെയ്ത് പഠിക്കണം. കാറ്റീസോ ബൈബിളോ ഒക്കെ എടുക്കുവാണേലേ ഇനി ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു സീരിയസ്നെസ് നമുക്ക് നല്ലതാണേ. കാരണം ഒരു ബൈബിൾ എടുത്തിട്ട് ഇംഗ്ലീഷ് എടുത്തിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു വാക്കുണ്ടെന്ന് കൂട്ടിക്കും. ഒത്തിരി കാണും അങ്ങനെ. ആ വാക്ക് ഇപ്പം ഒന്ന് മത്തായി സുലിഹയുടെ 1-ാം അധ്യായം എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് വായിച്ചു പോകുമ്പം നമുക്ക് അറിയത്തില്ലാത്ത ഒരു വാക്കുണ്ട്. അത് അന്നേരെ അത് ഒരു ബുക്കിലോട്ട് എഴുതിയെടുത്തിട്ടേ ഡിക്ഷണറി നോക്കി അതിൻ്റെ അർത്ഥം എഴുതിയെടുത്ത് ആ വാക്ക് കൂടെ പഠിച്ചങ്ങ് പോവാണേലില്ലേ ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ബൈബിൾ വൊക്കാബുലറിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ബൈബിൾ വൊക്കാബുലറി കിട്ടി ഏതാണ്ട് അത്യാവശ്യത്തിനുള്ളതായി ജീവിക്കാനേ അത് കിട്ടും. അത് കാറ്റീസും കൂടെ എടുത്ത് അങ്ങനെ പഠിക്കുവാണേലില്ലേ നല്ലതുപോലെ നമ്മുടെ സഭ ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും മിസ്റ്റിക്കൽ തിയോളജികളെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെല്ലാം കിട്ടും. ലാറ്റിൻ റൂട്ട് വേർഡ് എല്ലാം കിട്ടും. അങ്ങനെ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു. അത് അതിനു മുമ്പ് വായിക്കുമായിരുന്നു. അതിനു മുമ്പ് എനിക്ക് വായിക്കാം. അതിനു ശേഷം പോലും വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അല്ല ബ്രദർ ആദ്യം തൊട്ട് ഉപയോഗിച്ചിരുന്ന ബൈബിള് നിങ്ങളൊക്കെ ആദ്യം തൊട്ട് ഉപയോഗിച്ചിരുന്ന ആ ചെറിയ ബൈബിളല്ലേ അവിടെ വെച്ചിരുന്നേ? അത് ഇവിടെ വന്നേ പിന്നെ ഇവിടെ വന്ന പിന്നെ അല്ലേ? അത് ഞാൻ ചോദിച്ചത് അങ്ങനെ. അത് നല്ല പഴക്കം തോന്നുന്നു. അതാണ് ചോദിച്ചത്. നിങ്ങളെല്ലാം നേരത്തെ തൊട്ട് ഉപയോഗിച്ചത്. മനസ്സ് ശരിക്കും പറഞ്ഞാൽ അവിടെ തുറക്കാതെ നമുക്ക് ഇത് വായിക്കാൻ പറ്റും. നമ്മൾ ഇത് കയ്യിലെടുത്താലേ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? അതിന്റെ ആ എതിർ കാര്യം നമ്മൾ ചെയ്താൽ മനസ്സുറയ്ക്കാൻ തുടങ്ങും. അല്ല ഇപ്പൊ മനസ്സുറയ്ക്കാത്തത് ഇങ്ങനെ നമ്മളിങ്ങനെ ചഞ്ചലമായിട്ട് പോകുന്നത് കൊണ്ടാണല്ലോ. നമ്മൾ ഇത് ഓരോ കാര്യങ്ങൾ നല്ല സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഉറപ്പ് കിട്ടും. ഉറപ്പേ നമ്മൾ അതിന് ഇത് കൊടുക്കണം. ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മൾ ഒരു കാര്യവും ഒരെണ്ണം എടുത്താൽ അത് പൂർത്തിയാക്കാതെ അത് നിർത്തിയാലെന്നുള്ള ഒരു മനസ്സിന് ഒരെണ്ണം കൊടുക്കണം. അല്ലാതെ നമ്മൾ കുറച്ച് തുടങ്ങി അങ്ങ് പിന്നെ വിട്ടു അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും അത് ആ പുസ്തകം വായിച്ച് തീർന്നില്ലെന്നുള്ളതല്ല നമ്മുടെ പൂർണ്ണതയെ. നമുക്കത് പൂർണ്ണത ഇല്ലാതാകെ നമ്മുടെ സ്വഭാവമാണ് അങ്ങനെ ആകുന്നത്. അല്ലാതെ ഈ പുസ്തകം വായിച്ച് അതിനകത്ത് നിന്ന് കിട്ടുന്നില്ലെന്നല്ല ഈ പ്രശ്നം വരുന്നേ. നമ്മൾ അങ്ങനെ ആയി പോവാ. നമ്മളൊരു ഏതൊരു കാര്യവും നല്ലപോലെ ചെയ്തില്ലെങ്കിലേ നമ്മളല്ല മോശമാകുന്നേ. ശരിക്കുവേ ആ പണിയല്ല. ആ പണി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി നല്ലപോലെ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നല്ലൊരു കയ്യാല കെട്ടുന്നത് ചിലപ്പോൾ അത് ലോകാവസാനം വരെ അങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷെ നല്ലപോലെ അല്ല അതിരിക്കുന്നത്. ലോകാവസാനം വരെ മോശമായിട്ടേ ഇരിക്കത്തുള്ളത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അങ്ങനെ ഓരോ കാര്യങ്ങളും നല്ലപോലെ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ നോക്കി അത് എന്നതാ നമ്മളെ നോക്കി അതിന് പറയുന്നത് എന്നതാ ഒരു പല്ലടിക്കാന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഒരു നമ്മളതിനൊരു നല്ല വാക്കുണ്ട്. നമ്മളെപ്പോഴും അതൊരു പരിഹസിച്ചുകൊണ്ടിരിക്കുവേ. നീ ഇത് എന്നെ കണ്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനത്തെ ബാഹ്യമായിട്ട് ഇപ്പൊ കയ്യാല പോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാം. എന്ത് സങ്കടം വരും അറിയാം നമ്മൾ ഓരോ പ്രാവശ്യം. നമുക്കറിയാം നമ്മൾ ചെയ്തേക്കുന്ന ഇങ്ങനെയാണ്. ഒരു ബുക്കിന്റെ കാര്യത്തിൽ അത് വേറെ നമ്മൾ മാത്രമേ അതിനെ നമ്മുടെ മൈൻഡ് മാത്രമേ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതുകൊണ്ട് വേറെ നമുക്ക് പെട്ടെന്ന് നമ്മളെ അത് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനത്തെ വെളിയിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ ആൾക്കാരുണ്ട്. എനിക്കറിയാം ഒത്തിരി പേര് പ്രധാനെ പോലെ തന്നെ വേറെ ആളുകൾ കാണിച്ചു വെച്ചേക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഇപ്പൊ നമ്മൾ ഓരോ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഓരോ ഇൻസ്പിറേഷൻ ആണ്. കയ്യാലയൊക്കെ നല്ലപോലെ കെട്ടിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാർ എത്ര പേരങ്ങനെ ഇവിടെ ഓരോ കയ്യാലകളൊക്കെ കണ്ടിട്ടേ വീട്ടിൽ പോയി അങ്ങനെ. പിന്നെ ഇത് ഓരോന്നും അകത്ത് ഞാനിവിടെ കെട്ടിയപ്പോൾ ഇങ്ങനെ ഈ അകത്ത് അല്ലെ ഒരു കല്ല് വെക്കുന്ന നമുക്ക് വേണേൽ ഏപ്പും അല്ല ഈ ചീടും ഒക്കെ വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറപ്പിച്ച് നല്ലപോലെ വെക്കാം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു ഈശോയെ. ഇത് നല്ലപോലെ വെക്ക്. കാരണം അന്നേരം എനിക്ക് കല്ല് പൊട്ടിച്ചപ്പോൾ എനിക്കൊരു പാഠം കിട്ടിയത് നമ്മൾ നല്ലൊരു കല്ലെടുത്തിടിച്ച് പൊട്ടിച്ചു നോക്കി. അതിനകമെല്ലാം ദൈവം എത്ര മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നറിയോ? ഒരു കല്ലിന്റെ അകം അത്രയും നല്ലപോലെ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാലേ
പക്ഷെ ദൈവം എല്ലാവരും ദൈവം ചെയ്ത ഓരോ കാര്യവും അതിന്റെ ഉള്ളും ഈ പുറത്ത് കാണുന്നതിനേക്കാളും മനോഹരമാണ്. അങ്ങനെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നു. ഓരോ കാര്യങ്ങളും എന്നാ വലിയൊരു ധ്യാനത്തിലും ജ്ഞാനത്തിലും ചെയ്തിരിക്കുന്നതേ. അപ്പം നമ്മള് ദൈവം അങ്ങനെ ഒരു ആത്മാർത്ഥത കാണിച്ച് നമ്മളും അങ്ങനെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം കാണിക്കുമ്പോഴേ നമ്മളിലേക്കും ആ ദൈവിക സ്വഭാവം പകരുവേ. പുതിയ നിയമം നല്ലപോലെ എടുത്ത ഒരു വർഷം 2 വർഷം നല്ലപോലെ അതിനകത്തങ്ങ് നമ്മളങ്ങ് വ്യാപരിക്കുവാണേലേ അതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഈശോ പറഞ്ഞു തരുമെന്നറിയാം. പുതിയ നിയമം എല്ലാം പുതിയ നിയമം പഴയ നിയമം കൂടെ എടുക്കാൻ എളുപ്പമല്ല, നമ്മുടെ പരിധിയിലൊന്നും നിൽക്കത്തില്ലേ. അപ്പം ശരിക്കും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരെണ്ണമേ അതിനകത്തുനിന്ന് കിട്ടും. അതിനകത്ത് ഈശോ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കുറെ 2 വർഷമൊക്കെ ഇതെടുത്ത് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് നമ്മള് ഒരു അധ്യായമൊക്കെ വായിച്ചിട്ട് നമ്മൾ അതിനെ മൊത്തം സമയമൊന്നും ചെയ്യണ്ട, അനലൈസ് ചെയ്യാന്നാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് വചനം സംസാരിക്കാൻ തുടങ്ങും. നമ്മളിപ്പം പറയുന്ന പോലെയല്ല. ഞാനിടയ്ക്ക് ഇങ്ങനെ പറയല്ലേ, ഈ അതിനകത്ത് നമ്മുടെ അവയവങ്ങളുടെയൊക്കെ പേര് എഴുതിയിരിക്കുന്നതിന്റെ കാര്യം പറയുന്നില്ലേ, ഹാർട്ട്. ഈ ഒരു സുവിശേഷത്തില് ഉദാഹരണമാണ്. ഹാർട്ട് എന്നുള്ള വാക്ക് നമ്മളെ വചനം ഒന്ന് എഴുതണം ഒരു ബുക്കിലോട്ട് നല്ലപോലെ. എന്നിട്ട് ഹാർട്ട് എന്ന് കാണുന്നിടത്തെല്ലാം അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ആ വചനം ഒന്ന് എഴുതിയെടുക്കണം. ഹാർട്ട് എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാര്, അവര് ദൈവത്തെ കാണും. കണ്ടോ, അവിടെ നമ്മളോട് ദൈവം അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ക്വാളിറ്റി ആവശ്യപ്പെട്ടിരിക്കുക, നിർമ്മല ഹൃദയമായിരിക്കണം. അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ അന്നേരം ഹൃദയത്തിന്റെ അങ്ങനെ ഓരോ സുവിശേഷത്തിലും 10, 15, 12 ഒക്കെ പ്രാവശ്യം ഹാർട്ട് എന്നുള്ള വാക്ക് ഉദാഹരണമാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതിയെടുക്കുമ്പം അതെല്ലാം കൂടെ എന്നിട്ട് 4 സുവിശേഷത്തിലെയും കൂടെ ഹാർട്ടിനെ ഒരുമിപ്പിച്ച് ഇങ്ങനെ എഴുതിയെടുക്കണം. എഴുതിയെടുത്തേച്ച് നമ്മൾ നോക്കണം, അന്നേരം നമ്മുടെ ഹാർട്ട് എങ്ങനെയായിരിക്കണം എന്ന് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പം ബ്രദർ പറഞ്ഞതേ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാം ഇപ്പം എന്നാ പറയുന്നത്, റെഡി ടു യൂസിന്റെ ഒരു കാലമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് ചെയ്താലേ നമുക്ക് ഇത് കിട്ടുള്ളതായിരിക്കും. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലെ, ഈ ഹൃദയത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങൾ, പക്ഷെ അത് നമുക്ക് ചുമ്മാ എടുത്ത് വായിച്ചാൽ ഒന്നും കിട്ടാം. ചുമ്മാ എടുത്ത് വായിച്ചാൽ തരത്തുമില്ല, അത് ചെയ്യുകയും ചെയ്യരുത്. അല്ലാതെ ഇപ്പം സെർച്ച് ചെയ്ത് കിട്ടുവേ, അങ്ങനെ ഇരിക്കുകയും ചെയ്യരുത്. നമുക്കിത് ഇതൊരു ആ പശ്ചാത്തലത്തിലും കൂടെ അതിന്റെ അർത്ഥമേ, പക്ഷെ ലൈഫ് കിട്ടുകയല്ല. അല്ലേ? അതെ 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 അതെ. കാരണം അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒത്തിരി പഠനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതം ഭയങ്കര സുവിശേഷാത്മകമാകാനായിട്ട് തുടങ്ങുകയെ. ഹൃദയത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഇനി കൈയൊക്കെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ കൈകൾ, അത് നമ്മൾ നോക്കാഞ്ഞിട്ടാ. കണ്ണെങ്ങനെയായിരിക്കണം, ഇപ്പം കണ്ണിന്റെ തന്നെ ഉദാഹരണം ഈശോ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ടീച്ചിങ് എന്ന് പറയുന്നത് മലയിലെ പ്രസംഗത്തില് ലൂക്കാസ് സുവിശേഷത്തിലും പറയുന്നുണ്ട്. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ നല്ലതായിരിക്കും. സൗണ്ട് ഐസ് സൗണ്ട് ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണ് പ്രകാശമുള്ളതായിരിക്കും ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ ഓർഗൻ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ അതിന്റെ ബാക്കി ശരീരത്തിൽ മുഴുവൻ പ്രകാശം ഉണ്ടാകുന്ന കണ്ണ് പ്രകാശമുള്ളപ്പോഴാണ്. അങ്ങനെയുണ്ട്. അപ്പൊ അത് പ്രകാശത്തിന്റെ ആ കണ്ണ് തന്നെ ഇരുണ്ടതാണെങ്കിൽ ശരീരം മുഴുവൻ എത്ര ഇരുണ്ടതായിരിക്കും എന്നാ പിന്നെ ഈശോ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അത് പ്രകാശത്തിന്റെ വിഷയം. അത് ടോർച്ചിന്റെ ഫ്രണ്ട് വശം മുഴുവൻ കറുത്തായിരിക്കുന്നെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ആ വെട്ടം വരുന്ന ഭാഗം അല്ലേ? അതെ അതെ. പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പൊ അങ്ങനെ കണ്ണിനെ കുറിച്ച്, ഹൃദയത്തെ കുറിച്ച്, കാതിനെ കുറിച്ച്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പം കേൾക്കാൻ വചനം കേൾക്കാൻ പറ്റിയൊരു ചെവി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാ അതിന്റെ സൂചനയെ. അല്ലാതെ അങ്ങനെ പാസീവായിട്ട് ഇല്ലെന്ന് ഒരു രണ്ടാമതല്ലേ ചെവി അങ്ങനെ. നാവ് അതൊക്കെ ധൈര്യാന്നറിയോ? പഴയ നിയമം കൂടെ എടുക്കുകയാണെങ്കിൽ നാവിന്റെ കാര്യം എഴുതി തീരത്തില്ല. നമ്മൾ ഒരു പുസ്തകം എഴുതാൻ മാത്രമുണ്ട്, നാവ് മാത്രം എടുത്താൽ മതി. അത്രയും കാര്യങ്ങളാണ് നാവിന്റെ നിയന്ത്രണം. പഴയ നിയമത്തിലെ ജ്ഞാന പുസ്തകങ്ങളിൽ കൂടുതൽ നാവിനെയാണ്. നാവാണ് ഇവിടുത്തെ പ്രധാന വിഷയം. 100 കണക്കിന് സ്ക്രിപ്ചർ ടെസ്റ്റുകൾ കിട്ടും. അങ്ങനെ 100 അല്ല 1000 കണക്കിന് കിട്ടും. അതെല്ലാം നാവിലായി പ്രശ്നം പറ്റിയിരിക്കുന്നേ. മനുഷ്യര് ഓരോരുത്തരുടെ ഇതെല്ലാം പോകുന്ന ഒരു കുഞ്ഞു വാക്കേ നമ്മളങ്ങ് തകർത്ത് കളയലും. വലിയ സ്നേഹത്തിന്റെ മേഖലകളിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ ബോംബ് ഇടുന്ന വ്യക്തിയിൽ
പോകും കാര്യം. പാദം എല്ലാം ഉണ്ടേ. കുരങ്ങാണോ? പറ്റല്ലേ ഇങ്ങോട്ട് വരുമല്ലേ? ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് പോയത്. മനസ്സിനെ കുറിച്ച് എങ്ങനെയാ മരം ചാടി മങ്കിയെ പോലെയാ മനസ്സെന്നാ പറയുന്നത്. കൃത്യം ഒരു മരത്തേൽ ഒരു അകരത്തേൽ ഇരുന്ന് കുരങ്ങി ഇച്ചിരി നേരം ഇരുന്ന് കുരങ്ങിനെ ഒബ്സർവ് ചെയ്യും, ഒരൊറ്റ ചാട്ടം എടുത്ത്. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഒരു വിഷയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചെന്നാലേ എത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സ് ചാടി ചാടി ഇങ്ങനെ പോകുന്നേ. മനസ്സിനെ അങ്ങനെ ഇടുന്നത് മരം ചാടി മങ്കി പോലെയാണ്. ഞാൻ ചിലപ്പം വീട്ടിൽ ഇങ്ങനെ ഓർക്കാറുണ്ട്, ബ്രദറൊക്കെ ചിലപ്പം ഇങ്ങനെ മൗനമൊക്കെ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് വേണ്ടി ബ്രദറിന്റെ വർക്കും കളഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഇത് വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഇത് പല സാധനം നമ്മുടെ ഇല്ല, ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മുടെ ചിലപ്പോൾ ചിന്തയിൽ തന്നെ വരുള്ളൂ. അത് എത്ര ദിവസം നമ്മുടെ ചിന്ത നിൽക്കുന്നുണ്ടെന്ന്. നമ്മൾ അത്രയും ബ്രദറിന് ശരിക്കും പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ചേക്കുന്ന വർക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു ദിവസം തരുന്നതല്ലേ. നേരെ പെട്ടെന്ന് ഇനിയിപ്പോൾ എല്ലാ സമയങ്ങളും അങ്ങ് പോകില്ല. പല കാര്യങ്ങളിൽ അതിവേഗം ബഹുദൂരം സമയം പോകും. നമുക്കിങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഇരിക്കാനേ ഇപ്പം ഒന്ന് കൊറോണ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. നമ്മൾ പ്രതീക്ഷിച്ചാലും നമുക്കൊന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സിനെ സെറ്റ് ചെയ്യുകയാണ്. കൊറോണ വന്നാലും നമുക്ക് അതിനകത്തിരുന്ന് വർക്ക് ചെയ്യാവേ, അത് നല്ലതുമാണ്. അങ്ങനെ അന്നേരം നല്ല ഫലപ്രദമാക്കാം. ഭയങ്കര ഭാഗ്യ സമയമാവും. അതെ അതെ. അങ്ങനെ ഇനി മൈൻഡിന് നല്ലൊരു ഫോർമേഷൻ കൊടുക്കണം. ഇങ്ങനെ ചുമ്മാ അതിനെ ഒരു സമയം ഫലപ്രദമാക്കാം. പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നത് നമ്മളോട് ഇനിയും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സമയത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനേ. അത് കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട കാര്യമാണ് കേട്ടോ. പാപം പോലെ അല്ല, അതിനേക്കാളും പാവമാണ് അത്. സമയത്തെ പൂർണ്ണമായിട്ട് ഫലപ്രദമാക്കണം. പിന്നെ പൗലോസ്ലിയുടെ ജീവിതം തന്നെ പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മുഴുവൻ എനർജിയോടും കൂടെ ഞാൻ അധ്വാനിച്ചെന്നാണ് പറഞ്ഞു. വിത്ത് ഓൾ മൈ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം എനർജിയോടുകൂടി നമ്മൾ അധ്വാനിക്കേണ്ട. നമ്മളിങ്ങനെ നമുക്ക് പറ്റുന്നിടത്തോളം എന്നുള്ളതല്ലതെ, ദൈവം ആഗ്രഹിച്ചിടത്തോളം. അതിന് വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് പറ്റുന്നിടത്തോളം എന്ന് ഇട്ടാൽ കഴിഞ്ഞാൽ അത് ഇതാ, നമുക്കന്നേരം മടുപ്പ് വന്നാൽ നമ്മൾ നിർത്തും. അങ്ങനെ ആ നമ്മുടെ ഉള്ളിന് കൊടുക്കുന്ന കമാൻഡ് തന്നെ വളരെ ദുർബലമായ ഒരു കമാൻഡാണ്. നമുക്ക് പറ്റുന്നിടത്തോളം എന്ന് പറയുമ്പോഴേ അത് തീരെ പറ്റിയാലെന്നേ നമ്മൾ സമ്മതിക്കത്തുള്ളൂ. പക്ഷേ പറ്റാവുന്നിടത്തോളം ദൈവം ആഗ്രഹിച്ചിടത്തോളം ആണത്. പറ്റാവുന്നിടത്തോളം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റേഞ്ചിലാണ്. ദൈവം ആഗ്രഹിച്ചത് അതിലും ഒക്കെ വലുതാ. ഇപ്പൊ അവരോട് 5 അപ്പം 5 അപ്പത്തിന് മുമ്പ് അവർ പറയുന്നുണ്ട് 200 ദേനാറായിക്ക് ഞങ്ങൾ പോയിട്ട് അപ്പം മേടിച്ചോണ്ട് വരട്ടെ എന്നേ. അത് അത്രയും പേർക്ക് കൊടുക്കാൻ, 5000 പേർക്ക് കൊടുക്കാൻ അത്ര അപ്പം, അത് അവരുടെ ഒരു പരിധിയാണല്ലോ. അങ്ങനെ പക്ഷെ 5 അപ്പം കൊടുത്തപ്പോൾ ഈശോ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ. ദൈവത്തിന് അത് കൊടുത്താൽ മതി. നമ്മുടെ മാനുഷികതയിലെ നമുക്ക് പറ്റാവുന്നിടത്തോളം എന്ന് പറയുന്നത് 200 ദേനാറായിക്ക് പോയി മേടിക്കുന്ന ഒരപ്പോ. നമ്മുടെ കയ്യിൽ 5 അപ്പം ഉണ്ട്, അത് കൊടുത്താൽ ഈ 200 ദേനാറായിക്ക് അപ്പം മേടിച്ച് ഈ അന്നേരമുള്ള ജനങ്ങൾക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 5 അപ്പം കൊടുത്താൽ ഈശോയ്ക്ക് അതേ നമ്മൾ കൊടുത്താലേ എന്തായാലും വേണേലും ആക്കാം. അവിടെ 5000 പേരെ ഉള്ളത് കൊണ്ട് അത്രേ അത് തിന്നേ ഉള്ളൂ. അവിടെ 10000 ഉണ്ടെങ്കിലും അവർക്കത് ഈ 5 അപ്പം പിന്നെ ഈശോയ്ക്ക് അത്രേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ എന്നല്ല അതിൻ്റെ തെളിവ്. അങ്ങനെ അവിടെ എന്തായാലും ആൾക്കാരുണ്ടായി എന്നുള്ള വിഷയം. എന്നാലും ഇച്ചിരി മിച്ചം വെച്ച് വർദ്ധിപ്പിക്കാനും പറ്റും. കൊട്ടയം വർദ്ധിപ്പിച്ച് കിട്ടും. അതെവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. കൊട്ടേ 12 കൊട്ട പിന്നെ ശേഖരിക്കണേ. ഇവര് കൊട്ടയൊക്കെ ആയിട്ടല്ലോ പോയല്ലേ. അങ്ങനെ ഒരിക്കലും ഒരു കൊട്ടയായിട്ട് പോകാൻ സാധ്യതയില്ലേ. അപ്പൊ അവിടെ കൊട്ടയൊക്കെ ഒന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈശോ ഇതാക്കുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൊട്ട എങ്ങനെയോ വരുന്നുണ്ട് അവിടെ. എന്നിട്ട് ഞാനൊരു ധ്യാനം പോലെ അല്ല 5 അപ്പം വർദ്ധിക്കുന്നത്
കത്തോലിക്കരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ. അതിനുള്ള ദൈവവിളിയെ ആ, ആ, പുരോഹിതരെ ആ, ആ. ദൈവത്തിന് വർദ്ധിപ്പിക്കാമല്ലോ. അപ്പൊ അങ്ങനെ കൂടെ ഉള്ളതിന്റെ ഇതൊക്കെ ആയിരിക്കും അതെ. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി വേവലാതിപ്പെടേണ്ടതാണ്. ഇത്രയും പേര് വർദ്ധിച്ചു തന്നാൽ ഇവർക്ക് ശുശ്രൂഷ കൊടുക്കാൻ എവിടെ പുരോഹിതർ? വർത്തിക്കാൻ അറിയാവുന്നവന് കൊട്ടയം വർദ്ധിപ്പിക്കാൻ അറിയാം. അതെ അത് കൊള്ളാലോ. അങ്ങനെ അങ്ങനെ അത് ശരിയാ. അപ്പം വർദ്ധിപ്പിക്കും മിഠായി കരിയോ അറിയാം. ഈശോയെ ഇങ്ങനെ ഒരു വർക്കിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ മറ്റനെ. നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് അവസ്ഥ എന്ന് പറയുന്നത് ഈയിടെ അതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം വന്നതേ. അതായത് നമ്മൾ കുമ്പസാരത്തിൽ ചെല്ലുന്നത് ജപം ചെല്ലുമ്പോഴേ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലുമുള്ള പാവം ചെയ്തു പോയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ എൻ്റെ പിഴ പറയുന്നതേ. അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരത്തിൽ പ്രവൃത്തിയാൽ ചെയ്ത ഏതാനും പാവമാണല്ലോ പ്രധാനമായിട്ട് പറയുന്നതേ, അല്ലേ പൊതുവെ. ബാക്കി പക്ഷെ നമ്മൾ മനസ്സ് ഇത് ചെയ്യുമ്പോൾ ജപം ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഉള്ള ഇതേ. നമ്മൾ ശരിക്കും കുമ്പസാരിച്ച് കഴിയുമ്പം പിന്നെ നമ്മളിൽ അവശേഷിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിചാരത്താലുള്ള പാപം പിന്നെ അതേപടി ഒരു വ്യത്യാസമില്ലാതെ മിക്കവാറും തുടരുമല്ലോ. വിചാരത്താലുള്ള തെറ്റുകളും ഇതെല്ലാം തുടരുമല്ലേ. മനസ്സിൽ എപ്പോഴും നമ്മൾ നല്ലപോലെ ആക്കുന്നില്ലെങ്കിൽ മനസ്സ് എപ്പോഴും പ്രവർത്തന നിരതോ, ഒരിക്കൽ പോലും സ്വസ്ഥമായിട്ടിരുന്ന് ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നല്ലപോലെ ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും വിചാരത്താലുള്ള പാവം ഇങ്ങനെ ഭയങ്കരമായിട്ടേ തുടരുമല്ലേ. രണ്ട്, പ്രവൃത്തിയാലുള്ള പാവം നമ്മൾ കുറെ പറയുന്നുണ്ട്. വാക്കാലുള്ള പാവങ്ങളും ഈ നമ്മൾ ചുമ്മാ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വാക്കാൽ ഒത്തിരി അതും ഇതെല്ലാം പറഞ്ഞും ഇപ്പം ഉള്ളിൽ പോലും പറയുന്ന വാക്കാലുള്ള ഒരു പാവമാകാവേ. അങ്ങനെയാ നമ്മളിങ്ങനെ നാക്കൊണ്ട് വെച്ചിരിക്കണമെന്നില്ല. അകത്തെ എന്തേരം ചിലപ്പല്ലേ നമ്മൾ നടക്കുന്നേ. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അത് അടുത്തിരിക്കുന്നവർക്ക് ചില സമയത്ത് മനസ്സിലാവുകയും ചെയ്യും. ഉള്ളിൽ പറയുന്നത് അതെ അതെ അടുത്തിരിക്കുന്നവർക്ക് അത് നമ്മളിരുന്ന് ഏകദേശം അറിയാം. അത് തന്നെയാ പറയുന്നത്. അങ്ങനെ വാക്കാലുള്ളത് നമ്മളിൽ തുടരുക പിന്നെ ഒരു അനക്കവും ഇല്ലാതെ. പിന്നെ ഒരു കെയർലെസ് വേർഡിന് പോലും കണക്ക് കൊടുക്കണമെന്ന് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നേ. തമാശ പറയുന്നതിന് അല്ല, മാത്രമല്ല മോശമായിട്ടുള്ള അശുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് പോലുമല്ല, കെയർലെസ് ആയിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾക്കെല്ലാം കണക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈശോയാ ചോദിക്കുന്നത്. അന്നേരം ഇങ്ങേരാരാ ചോദിക്കാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറയിപ്പിക്കാൻ അറിയാം കണക്ക് ചോദിച്ചാലേ. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ കിടപ്പുണ്ടേ. അത് കഴിഞ്ഞേച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഈ ഉപേക്ഷയാലുള്ള പാവങ്ങളാണ് നമ്മൾ ഈ കൂടുതലുള്ളതെന്നാണ് പറയുന്നത്. 90%. അപ്പം 90 അതിൽ കൂടുതലും ആകും. ഈ ഉപേക്ഷയാലുള്ള പാവങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ സുഹൃതം ചെയ്തില്ലെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതായത് പുണ്യം ചെയ്യേണ്ടതായിരുന്നു, പുണ്യം നമ്മളിൽ ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷെ അതുണ്ടായില്ലെന്നാണല്ലേ അതിന്റെ അർത്ഥം. ഉപേക്ഷയാല് എന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം നമുക്ക് ഭയങ്കര ഒരു വോയിഡ് കിടക്കുവന്നല്ലേ. ചെയ്യേണ്ട നന്മ ഇല്ലാതെ, അതുകൊണ്ട് ചെയ്യേണ്ട നന്മ നമ്മളിൽ ഈ നമ്മൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ ഒരു വോയിഡ് നമ്മുടെ സുഹൃതങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു വോയിഡ് നമ്മളിൽ ഉണ്ടാവുക. അതൊരു അതിന്റെ കിട്ടിയോ അതിന്റെ ഒരു ഒരെണ്ണത്തിന്റെ ആബ്സെൻസ് എന്ന് പറയുന്നത്, ആബ്സെൻസ് എന്ന് ഉപേക്ഷയാലുള്ളതെന്ന് പറഞ്ഞ ആബ്സെൻസ് ആണല്ലോ. ആ ആബ്സെൻസ് മാത്രമല്ല അവിടുത്തെ പ്രശ്നം, പ്രസൻസ് ഇല്ലെന്നുള്ളതാണല്ലോ വലിയ പ്രശ്നം. അത്രയും പുണ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായിരുന്നു, കിട്ടിയില്ലേ. പക്ഷെ അത് ഇല്ലാതെയാ കിടക്കുന്നേ. അപ്പൊ അന്നേരം അതിനെ പരിഹരിക്കാൻ നമ്മൾ പിന്നെ കുമ്പസാരം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു കുമ്പസാരം ഉള്ള ഒരു മാനസാന്തര ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഈ ഉപേക്ഷയാലുള്ള പാപങ്ങൾ ഇല്ലാതാക്കുകയാണല്ലോ. അതിന്റെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന സുഹൃതങ്ങൾ ഉണ്ടാകുകയെ ഈ ഓയിഡ് ഇല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, അവിടെ എല്ലാം സുഹൃതങ്ങൾ ഉണ്ടാകുകയെ. അപ്പൊ അന്നേരം അങ്ങനെ ആക്കണം നമ്മുടെ ജീവിതത്തെ.
അതിനാണ് ഈ വചനം നമ്മൾ ശരിക്കും സുവിശേഷം എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. വിചാരത്താലുള്ള പാപങ്ങൾ, ഈ നമ്മൾ വചനം വായിക്കുന്നതും വചനം ഇങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് വിചാരത്താലുള്ള പാപങ്ങളെല്ലാം പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാകാൻ തുടങ്ങും. എന്നിട്ട് വചനം നിലനിൽക്കാൻ തുടങ്ങും. വാക്കാലുള്ള പാപങ്ങളെ നമ്മൾ പറയാതെ ഈ വചനം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്കേ മോശപ്പെട്ടതൊന്നും പറയാതിരിക്കാനുള്ള ഒരു ബലവും നല്ലത് മാത്രം നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈശോയുടെ വചനമൊക്കെ നമ്മൾ ഗൗരവത്തിൽ എടുക്കുമല്ലോ. അന്നേരത്തേനും വാക്കാലുള്ള പാപങ്ങളും വളരെയധികം കുറയാൻ തുടങ്ങും. അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറയാൻ തുടങ്ങും എന്ന് പറയുന്നതിന്റെ അർത്ഥം സുഹൃത്തുക്കൾ നമ്മൾ കൂടുന്നു എന്നാണ് അതിന്റെ പ്രധാന വായന. പിന്നെ പ്രവൃത്തിയാലും കുറയും. അന്നേരം പ്രവൃത്തിയാൽ നമ്മളെപ്പോഴും ഈ വചനത്തിന്റെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഓരോരോ പ്രവൃത്തികൾ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാവേ നമ്മളിൽ നിന്ന് മാറാൻ തുടങ്ങും. ദുഷിച്ച ഭാവനകളും അങ്ങനെ എല്ലാം മാറാൻ തുടങ്ങും. പിന്നെ ഉപേക്ഷയിലുള്ള പാവങ്ങൾ നമ്മൾ ഈ അതില്ലാതെയാവുമല്ലേ. വചനം വായിച്ച് നമ്മൾ ഗൗരവത്തിൽ എടുക്കുമ്പോൾ ആ സമയം ഫലപ്രദമാകാൻ തുടങ്ങുമല്ലേ. അന്നേരത്തേനും ആ ഉപേക്ഷയിലുള്ള പാവങ്ങളുടെ അതിനുള്ളൊരു ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ തുടങ്ങും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പതുക്കെ പതുക്കെ ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഒരു വലിയ കുഞ്ഞല്ല, ഇത് വലിയ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് സമയവും നമ്മുടെ ജീവിതം ഇതാകാൻ തുടങ്ങും. ജീവനുള്ളതേ, ജീവന്റെ സമൃദ്ധി. അങ്ങനെയാണല്ലോ നിമിഷം പ്രതി ജീവിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണെന്നാണ് ഈശോ പറഞ്ഞത്. അത് 3 പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത്. ആ 3 ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ വായിക്കാതെ ഒരിക്കലും മനസ്സിലാക്കിയല്ലേ പറഞ്ഞത്. ആ വായിച്ചാലല്ലേ നമ്മുടെ സന്തോഷം അങ്ങനെ സന്തോഷം പൂർത്തിയാകുന്നു. അങ്ങനെയല്ലേ എങ്ങനെ കേൾക്കും? ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയും കൂടെ. അതിൻ്റെ പ്രവൃത്തിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തന്നെ എൻ്റെ സന്തോഷം നിങ്ങളിലുണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ്. വായിച്ചാലല്ലേ ഇത് ഇക്കാര്യങ്ങൾ ഏതാണെന്ന് അറിയത്തുള്ളൂ. അല്ല എങ്ങനെ അറിയും? അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത് കിടപ്പേ. സന്തോഷമല്ല വിഷയം, ക്രിസ്തുവാണ് വിഷയം. പക്ഷെ എന്നാലും ദശാംശം ദേവാലയത്തിലേക്ക് കൊണ്ട് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞതുപോലെ ഇതൊന്ന് 1 വർഷം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. 1 വർഷം 10 വർഷം, ഇനി 9 വർഷമുണ്ട് മഹാജൂബിലി. ആ 9 വർഷങ്ങൾ നല്ലപോലെ, 9 വർഷം എന്ന് പറഞ്ഞാൽ 110 മാസമൊക്കെ ഉള്ളു ഇനിയേ. അത്രേ ഉള്ളു ഇനി, അത്രയും പോലും ഇല്ല. 109 മാസമൊക്കെ കാണത്തുള്ളൂ ഇനി. ഈ 10 വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പത്തിന്റെ ദൂരം ഭയങ്കര കൂടുതലാന്ന് ഇപ്പൊ തോന്നുവാണല്ലേ. കഴിഞ്ഞ 10 വർഷം എന്നാ സംഭവിച്ച എന്നാ കാര്യം നോക്കിയാൽ മതി. അല്ലേ? ഭയങ്കര അടുത്തായി നമ്മൾ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ പോലെ കഴിഞ്ഞുപോയി. ഭയങ്കര അതെ 10 വർഷം മുമ്പ് നമ്മുടെ നടന്ന കാര്യങ്ങളെ പറ്റി ചുമ്മാ ഓർത്താൽ മതി. അത് നമുക്ക് ഒട്ടും. പക്ഷെ ഇപ്പം ഇനി വരാൻ പോകുന്ന 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെ ഇതുപോലെ നമ്മള് ഇപ്പൊ ഈ 10 വർഷം കഴിഞ്ഞ് ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. 10 വർഷം കഴിയുന്നു നമ്മളിങ്ങനെ നമ്മളന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ വർത്താനം പറയും. നമ്മൾ ഇന്നാള് പറഞ്ഞില്ലേ 1 വർഷം മുമ്പത്തേത് കോവിഡിന്റെ. അതെ